ഈ കഴിഞ്ഞ യുദ്ധത്തിൻ്റെ, അതായത് ഹോർമൂസ് കടലിടുക്ക് അടച്ച ഒരു സമയത്ത് അന്ന് ഇവിടെ ഒരുപാട് പേടിയുണ്ടായിരുന്നു. കാര്യം LPG നിന്ന് പോകുമോ, അല്ലെങ്കിൽ പെട്രോളില്ലാത്ത സാഹചര്യം ഉണ്ടാവുമോ, അങ്ങനെ ഒരു പക്ഷേ സത്യത്തിൽ അങ്ങനെ ഒരു ഭീഷണികൾ ഒന്നും നടന്നില്ല. അത്യാവശ്യം വലിയ പരിക്കില്ലാണ്ട് നമുക്ക് മുന്നോട്ട് വില കൂടിയെന്നുള്ളത് സത്യമാണ്. പക്ഷേ എങ്കിലും വലിയ പരിക്കില്ലാതെ, സപ്ലൈയിൽ വലിയൊരു പ്രശ്നം വരാതെ, ഒരു മാന്ദ്യം ഉണ്ടാകാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു എന്നുള്ളത് എങ്ങനെ കാണുന്നു? അത് വലിയ നേട്ടമാണ്. കാരണം ലോകത്തെല്ലായിടത്തും എണ്ണയുടെ വില കൂടി. നമ്മുടെ ഇപ്പോൾ ഒരു പെട്രോളിൻ്റെയും ഡീസലിൻ്റെ ഒരു കൺട്രോൾഡ് ഇതിലാണ്, നിയന്ത്രിതമായിട്ട് നിർത്തുന്നതുകൊണ്ട് വില ഇത് മുഴുവനായിട്ട് ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാതെ രക്ഷപ്പെടാൻ സാധിച്ചു. പക്ഷേ അതിലും പ്രധാനം നമുക്ക് ആവശ്യമുള്ള സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ഒരു കാലത്ത് LPGയുടെ കാലത്തൊരു ഭയമുണ്ടായിരുന്നു, ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ അതും ഗവൺമെൻറ് നന്നായി മാനേജ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ അതാണ് നമ്മുടെ താല്പര്യം നോക്കി തന്നെ ചെയ്യണം. കാരണം ഹോർമൂസ് കടലിടുക്ക് അടച്ചുകൊണ്ട് മാത്രം നമ്മൾ പട്ടിണിയിലാവാനോ അല്ലെങ്കിൽ നമ്മൾ ഇരുട്ടിലാവാനോ പാടില്ല. അപ്പോൾ അതിനുള്ള ഓൾട്ടർനേറ്റ് സോഴ്സസ് നമ്മൾ കാണണം. അപ്പോൾ അമേരിക്കയായിട്ട് ട്രംപ് ടാരിഫ് ഇട്ട് കഴിഞ്ഞപ്പോൾ സർക്കാർ ചെയ്തത് എന്താണ്? വേറെ വിപണി കണ്ടെത്തുവാനായിട്ട്, ഞാനിപ്പോൾ മത്സ്യ സമ്പത്ത് കയറ്റുമതി മേഖലയായിട്ട് അടുത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അമേരിക്കയിൽ നിന്ന് ഏറ്റവും വലിയ മാർക്കറ്റ് 40% കയറ്റുമതി അങ്ങോട്ട് പോയത്. അവിടെ ടാരിഫ് എന്നപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ യൂറോപ്യൻ മാർക്കറ്റ് തുറക്കുകയാണ് ചെയ്തത്. അതിനാണ് സർക്കാർ മുൻകൈ എടുത്തത്. അതുകൊണ്ട് കഴിഞ്ഞ വർഷം, അതിനു മുമ്പത്തെ വർഷത്തെ എല്ലാം റെക്കോർഡ് എക്സ്പോർട്ട് നമുക്ക് കൈവരിക്കാൻ സാധിച്ചു. അപ്പോൾ അതാണ് പറയുന്നത്, നമ്മുടെ താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് സർക്കാർ നീങ്ങണം. ആ അവസരങ്ങൾ നമ്മുടെ വാണിജ്യ മേഖലയ്ക്കും വ്യവസായ മേഖലയ്ക്കും തുറന്നു കൊടുക്കണം. ഒരു രാജ്യത്തോ അല്ലെങ്കിൽ ഒരു മേഖലയിലോ മാത്രം പൂർണ്ണമായി ആശ്രയിക്കാതെ ലോകത്തുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും അല്ലെങ്കിൽ എല്ലാ പ്രദേശങ്ങളിലേക്കും നമുക്ക് കയറ്റി അയക്കാനായിട്ട് അവിടെ നിന്ന് സാധനങ്ങൾ നമുക്ക് മേടിക്കാൻ ആവശ്യമുള്ള രീതിയിലുള്ള നല്ല ബന്ധം, ആ ഗുഡ് വില്ലും സൃഷ്ടിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഒരു കൂടുതൽ വലിയൊരു സാമ്പത്തിക ശക്തിയായിട്ട് വളരാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ ഓർക്കുകയാണ്, അതായത് ഈ ഓയിലിൻ്റെ കാര്യത്തിൽ നമ്മൾ നേരത്തെ 20 താഴെയോ മറ്റോ രാജ്യങ്ങളിൽ നിന്നായിരുന്നു വാങ്ങിക്കൊണ്ടത്. ഇപ്പോൾ അത് 40 മുകളിലേക്ക് പോയി. അങ്ങനെ തമാശയ്ക്ക് പറയുന്ന പോലെ 2 ലിറ്റർ കിട്ടിയാൽ 2 ലിറ്ററെങ്കിൽ 2 ലിറ്റർ എന്നുള്ള രീതിയിൽ മാറി എന്നുള്ളത് പലപ്പോഴും പലരും സംസാരിക്കുന്ന കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണ്? അല്ല, അതിലെന്താണ് തെറ്റുള്ളത്? നമുക്ക് ഇവിടെ ആവശ്യമുള്ളതാണ്. നമ്മുടെ ഇറക്കുമതി ബില്ലിൽ ഏറ്റവും വലിയ ഘടകം എന്താണ്? ഓയിലാണ്. അപ്പോൾ ഓയിൽ നമ്മൾ ഒരു സ്രോതസ്സിനെ മാത്രം ആശ്രയിച്ച് കഴിഞ്ഞാൽ നാളെ ആ സ്രോതസ് അടഞ്ഞു പോയാൽ എന്ത് ചെയ്യും? പറഞ്ഞൊരു ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മളെ ഒരു രാജ്യത്തിന് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ കഴിയുന്നത്ര ബ്രോഡ് ബേസ് ചെയ്യുക, അതാണ് അതിൻ്റെ തന്ത്രം. റഷ്യയിൽ നിന്ന് നമ്മളിപ്പോൾ കൂടുതൽ മേടിക്കുന്നുണ്ട്. റഷ്യയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ 100% തീരുവയൊക്കെ ഇടുന്നുള്ളൊരു ഭീഷണി നിലനിൽക്കെ തന്നെ നമ്മൾ റഷ്യയിൽ നിന്ന് മേടിക്കും. കാരണം നമ്മുടെ താല്പര്യം, നമുക്ക് ആവശ്യമുള്ള എന്താണ്? ഒരു മിതമായ നിരക്കിൽ നമുക്ക് ആവശ്യമുള്ള ഓയിൽ രാജ്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് അത് സർക്കാർ ചെയ്യുന്നുണ്ട്. സർക്കാരിൻ്റെ കടപ്പാട് രാജ്യത്തെ ജനങ്ങളോടാണ്. അത് നിറവേറ്റുക എന്നുള്ളതാണ് സർക്കാർ ചെയ്യേണ്ടത്. അതിപ്പോൾ റഷ്യയിൽ നിന്നായാലും അമേരിക്കയിൽ നിന്നായാലും പശ്ചിമേഷ്യയിൽ നിന്നായാലും എവിടെ നിന്നാണോ ലാഭത്തിന് കിട്ടുന്നത്, ആവശ്യത്തിന് കിട്ടുന്നത്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഇപ്പോഴത്തെ ഏറ്റവും വലിയ അതാണ്. കാരണം അതിൻ്റെ വില അന്താരാഷ്ട്ര തലത്തിൽ ഒരു ഇത് നിൽക്കുന്നുണ്ടോ എന്ന് ചിലപ്പോൾ ഒരു ഡിസ്കൗണ്ട് കിട്ടിയെന്നിരിക്കും. പക്ഷേ നമുക്ക് ആവശ്യത്തിന് കിട്ടുന്ന രീതിയിൽ നമുക്കിവിടെയുള്ള ജനങ്ങൾക്ക് ആവശ്യത്തിന് സമയത്തിന് എത്തിക്കാനായിട്ട് സാധിച്ചു. അത് സർക്കാരിൻ്റെ ഒരു വലിയ കഴിവാണ്.